ITED സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ KP നൌഫലിനെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഡയറക്ടറായി സ്ഥിര നിയമനം നൽകിയ സർക്കാർ നടപടി കീഴ്വഴക്കങ്ങൾ മറികടന്നാണെന്ന് ആക്ഷേപം. നിരവധി വർഷം അധ്യാപന പരിചയമുള്ളവരെ അടക്കം ഡെപ്യൂട്ടേഷനിൽ മാത്രം നിയമിച്ചിരുന്ന കീഴ്വഴക്കം അട്ടിമറിച്ചാണ് ലീഗ് നോമിനിയായ നൌഫലിന് സ്ഥിര നിയമനം നൽകിയത്. പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബിശ്വാസ് മേത്ത വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഡയറക്ടറായി KP നൌഫലിനെ നിയമിച്ചുകൊണ്ട് പുറത്തിറക്കിയ ഉത്തരവിന്റെ പകർപ്പാണിത്. VHSE ഡയറക്ടറെ നിയമിക്കാൻ പ്രത്യേകിച്ച് ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ലെന്ന് വിശദീകരിക്കുന്നുണ്ട്. അതേസമയം ഇതുവരെ പിന്തുടർന്നു വന്നത് ഡയറക്ടർ സ്ഥാനത്തേക്ക് ഡെപ്യൂട്ടേഷനിൽ നിയമനം നടത്തുക എന്ന രീതിയാണെന്നും ഇതേ ഉത്തരവിൽ തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇനി ഉത്തരവ് പരിശോധിക്കുമ്പോഴാണ് ഡെപ്യൂട്ടേഷൻ നിയമനം എന്ന കീഴ്വഴക്കം അട്ടിമറിച്ചാണ് ലീഗ് നോമിനിയായ നൌഫലിന് VHSE ഡയറക്ടറായി സ്ഥിര നിയമനം നൽകിയതെന്ന് കൂടി വ്യക്തമാവുന്നത്. VHSE ഡെപ്യൂട്ടി ഡയറക്ടറാവാൻ പോലും വർഷങ്ങളുടെ സർവീസും അധ്യാപന പരിചയവും വേണമെന്നിരിക്കെയാണ് അത്രയും യോഗ്യതയില്ലാത്ത ആളെ ഡയറക്ടറായി സർക്കാർ നിയമിച്ചിരിക്കുന്നത്. ലീഗ് നിയന്ത്രണത്തിലുള്ള കല്ലിക്കണ്ടി NAM കോളേജിലെ 3 വർഷത്തെ അധ്യാപന പരിചയം മാത്രമാണ് നൌഫലിനുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം നൌഫലിനെ ITED സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, സെന്റർ ഫോർ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷണൽ ഡയറക്ടർ എന്നീ തസ്തികകളിലും നിയമിച്ചിരുന്നു. ഇതെല്ലാം ചേർത്താലും അധ്യാപന പരിചയമടക്കം 6 വർഷത്തെ പ്രവൃത്തി പരിചയം മാത്രമുള്ളയാളെയാണ് VHSE ഡയറക്ടറാക്കിയിരിക്കുന്നതെന്ന് സർക്കാർ ഉത്തരവ് തന്നെ വ്യക്തമാക്കുന്നു. മാത്രമല്ല, എയ്ഡഡ് കോളേജിൽ നിന്ന് ഒരാളെ ഡയറക്ടർ സ്ഥാനത്തേക്ക് നിയമിച്ച സർക്കാർ നടപടിയും കീഴ്വഴക്കങ്ങളുടെ ലംഘനമായി മാറി. റിപ്പോർട്ടർ, കോഴിക്കോട്.